നമ്മൾ ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് നാളെ. എന്താ നേരെ 11 മണിയായി രാത്രി. അപ്പൊ അതിന്റെ കുറച്ചൊരു പിച്ചുമ്പയോ അപ്പു പറയുന്നുണ്ട് ഓർക്കത്തിന്റെ. അപ്പൊ നമ്മള് ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പൊ നമുക്ക് ഡെക്കറേഷനിലേക്ക് ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് കാണാം. ഞങ്ങൾ അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് ബ്ലൂ ഡ്രസ് ആണെന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ബ്ലൂ സാധനങ്ങൾ വാങ്ങിച്ചത്. പക്ഷെ നോക്കുമ്പോ വൈറ്റ് ഡ്രസ്സാണ് കിട്ടിയത്. അപ്പൊ ഒരു മാച്ചും ഇല്ലാതെയാണ് എല്ലാ കോംബോയും. അപ്പൊ എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് കാണാം. പോട്ടെ സാറിന് ഇത്ര കുറച്ച് ചെയ്താൽ മതി. ആകെ കുറച്ച് ബലൂണല്ലോ അതിലെ പൊട്ടിക്കും ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. ഇത്ര വലിപ്പം മതി. ഇനി വേണ്ട. ഇത് ഇതാവും എന്നിട്ടാ വലുത് പൊട്ടൂട്ട. ഈ വലിപ്പം മതി. അപ്പൊ ഈ നാളെ ഒരു ബലൂൺ ഉണ്ടാവും കേട്ടാ. നീ പൊട്ടി ചെയ്യണ്ട. നീ മൊത്തം പൊട്ടിക്കിടും. ഈ ഇപ്പൊ മൂന്നാമത്തെ പൊട്ടിച്ചോ? 3 പൊട്ടിച്ചോ? ഇവരെന്താ ഹോളുണ്ടോ? ഇതെന്താ കേട്ടാ കണ്ടോ? അമ്മ വിട്ടിട്ടാ ഒരു കോംബോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്റെ ബർത്ത്ഡേ അച്ഛന്റെ ഓഫീസിലുള്ള അങ്കിൾമാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട് നോക്കി അപ്പൊ അതിന് മോള് ബലൂൺസ് വരണേ. അങ്ങനെ അതെ ഇപ്പൊ എത്രണ്ണം ചെയ്തു? ആ ഡയലോഗ് അടിക്കലേ പൊട്ടിക്കാനായിട്ട് മാത്രം ഒരുക്കാൻ ബലൂൺ വെപ്പിക്കും. ഇപ്പൊ എന്താ ഡെക്കറേഷന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ആ കുറച്ചുകൂടി അല്ലേ? ആ മതി 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 പെട്ടിലോട്ടെ അറിയാ പൊട്ടിക്കണ്ടേ? ഹാപ്പി കഴിഞ്ഞു. ആ ശരി ഓക്കെ. അവനെ കഴിഞ്ഞു 10 കിലോ കഴിഞ്ഞു. ഇപ്പൊ അടുത്തല്ല അപ്പൊ പൊട്ടിക്കൂട്ടോ അവൻ. ഒരുപാട് വരുന്നുണ്ടല്ലോ കേട്ടാ. ഇതൊക്കെ ചെയ്യാറില്ല. ഇതിനത് എങ്ങനെയാ അമ്മ അത്
ബർത്ത്ഡേ ആണ് എന്റെ ആ അമ്മയുടെ ബർത്ത്ഡേ ആണോ? ആ അമ്മയുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണോ? ഉണ്ണിയുടെ ബർത്ത്ഡേ എങ്ങനെ നോക്കി അച്ഛൻ ചെയ്തിരിക്കണേ? വാ സൂപ്പർ സൂപ്പർ പി പി വൈ എ അല്ല പി ഐ ആർ ടി എച്ച് ഡി എ വൈ എന്താ അത് വായിക്കുക? സൂപ്പർ സൂപ്പർ അതെന്താ വായിക്കുക? എന്താ ആ അപ്പൊ അതെന്താ അതെന്താ വായിക്കുക? ആൽഫബറ്റ് ഒക്കെ വായിച്ചു. ആ അറിയില്ല ഹാപ്പി ബർത്ത്ഡേ. അത് ശരി ഇങ്ങനെ പോലോട്ടാ. HAPPYBIRTHDAY സൂപ്പർ എന്നല്ലേ? ഓക്കെ 2 3 4 5 6 7 8 9 10 11 ആ സംഭവം നന്നായിരുന്നു. എന്തായിരിക്കും അമ്മേ സമയം എത്രയാണെന്നറിയോ? സമയം പിന്നെ 11:30 ആയി. ഉറങ്ങൊന്നും വേണ്ടേ? എന്താ വിശേഷം? എന്താ ഇവിടെ വിശേഷം? എന്താ എന്താ വിശേഷം? ഇവിടെ ഇവിടെ എന്താ സെലിബ്രേഷൻ? അതെ 5 ഉണ്ട്, നമ്പർ 5. ഉണ്ണി ഏത് ബർത്ത്ഡേ? ഹൗ ഓൾഡ് ആർ യു? വെരി ഗുഡ്. 5 ഇപ്പതാ അച്ഛൻ ചെയ്യാൻ പോവാണേ. ഓപ്പൺ ചെയ്യും. വാ വാവ്. അതെ ആ പോട്ടെ പോട്ടെ പോട്ടെ. ഊതട്ടെ അങ്ങനെ ഊതട്ടെ. ഇതേതാ? ക്യാൻ യു ഗെസ് വാട്ട്സ് ദാറ്റ് നമ്പർ? 2 ആണോ? 2 ആണോ? അതെ നോക്കാം നമുക്ക് എന്താ വരിക എന്നുള്ളത്. അപ്പൊ ഉണ്ണിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണോ? നമ്പർ 2 ആണോ വാങ്ങിയേ? പക്ഷെ അതെന്താ 2 എന്ന് പറഞ്ഞേ? 2 പോലെ ഉണ്ട് അല്ലേ? ആ ഇങ്ങനെ വന്നിട്ട് നോക്കാം അല്ലേ? ആ വാ ഇത് നോക്കട്ടെ. അത് പൊട്ടിക്കരുത് പൊട്ടിക്കരുത്. ആ അപ്പു അപ്പു കൊടുക്കൂ. ആ ആ മതി. തട്ടി കളിക്കണ്ട. നോക്കാം എന്താ വരികയെന്ന് അറിയില്ല. ഇനിയിപ്പോ നമ്പർ ഉള്ളിലത്തെ മാറിയിരിക്കൂ. അപ്പൊ ഉണ്ണിയുടെ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് പറയണോ? അയ്യേ നോക്കാം. ഒരു ബലൂൺ പൊട്ടി. ഒന്നൊന്നുമല്ല 3-4 ബലൂണ് പൊട്ടി. പേടിച്ചിരുന്നു. ഇപ്പൊ അതാ ഡെക്കറേഷൻ ഒക്കെ വളരെ അവസ്ഥ പരിതാപകരമാണ്. എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിഞ്ഞു ചാടുന്നു ഉണ്ണി. എല്ലാം പൊളിഞ്ഞു ചാടുന്നുടാ. എന്താ ആ വരുന്നു പതിയെ പതിയെ മന്ദം മന്ദം. അമ്മേ അതിൻ്റെ വെയിറ്റ് നിൽക്കുന്നില്ല. വളരെ ചുമച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൂട്ടൻ ചുമച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഊതിയും കൊണ്ടിരിക്കുന്നു. അച്ഛൻ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ആ അടിപൊളി അടിപൊളി. ആ മാറു ചവിട്ടുണ്ടാവും. ഉണ്ണി മാറൂ. അത് പൊട്ടു. അവൻ പറഞ്ഞ പോലെ നമ്പർ 2 വരൂ. ആ ജോ അപ്പുട്ട മുഴുവൻ. ദൈവമേ ഞാൻ ഉറങ്ങേണ്ടി വരും ഇപ്പോൾ. സമയം ഒരുപാടായി. ഏട്ടാ അത് തട്ടി പൊട്ടു കേട്ടോ. അപ്പോൾ കീറുമോ അത്?
എവിടെയാ അത് തട്ടണ? ഇതെന്താ നമ്പർ 2 വരുന്നേ? ഇതാ വിടു 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 വരട്ടെ. എന്താ ആദ്യം ഒന്ന് ചെയ്തു, അതെല്ലാം പടപട പേരിട്ട് വീണ്ടും ചെയ്തു. ഉറക്കം വന്നു തുടങ്ങി. ആ ആ അല്ല പറയട്ടെ പറയട്ടെ. സമയം ഇപ്പൊ എത്ര? ആ 11 പിന്നെന്താ 5, 10, 15, 25, 30, 39, 12, 40. അല്ല 11, 40. കറക്റ്റ് പറഞ്ഞട്ടോ. എല്ലാവരും കണ്ടോണ്ടിരിക്കണേ. ആ. 11:40. അതന്നല്ലേ സമയം. അതന്നല്ലേ സമയം. 12 ആയിട്ടില്ലല്ലോ. അതന്നല്ലേ ടൈം. പിന്നെ അതല്ലാന്ന് പറയണേ. റൗണ്ട് ചെയ്യണം എന്നൊക്കെ പറയണേ. അതല്ലേ ടൈം. ആ പിന്നെ എൻ്റെ ആ മാമിനെ ഞാൻ പറയാം. ഇത് എല്ലാവരും കണ്ടോണ്ടിരിക്കാണ്. ആ അതിനി പോരുമോ? അയ്യോ ആ നിങ്ങളെ വലിച്ചേരാം. എന്തെങ്കിലും സഹായം. അമ്മ എന്താണ് വലിയ പണിയില്ലാന്ന് തോന്നുന്നു. അയ്യോ ബലൂണ് കുറച്ച് ബലൂൺ എടുക്കാമോ? വേർപ്പിക്കാം. സൈസ് കൂടിയിട്ടാണ് കൂട്ടം. എവിടെ വെക്കണം തീരുമാനിച്ചിട്ട് അത് വെക്കും. ഞാൻ എങ്ങനെയാ വിചാരിച്ചല്ലേ മോപ്പില്ലേ ഭയങ്കര തിക്കായിട്ട് 2D എഫക്റ്റില് ഞാൻ ഇത് ബർത്ത്ഡേ മതിയോ മതിയോ? അച്ഛാ കഴിയാറായോ? അച്ഛൻ ബലൂൺ കോർക്കൽ വെറുതെ വളവള വിളിച്ച് പറയലോ. ആ ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ആശ. ഗൈസ് ഞാൻ വെറുതെ അവിടെ ഒന്നും ചെയ്യാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരാൾ. ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റില്ല. ഗൈസ് ഞാൻ എന്തെങ്കിലും ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഞാൻ എല്ലാം പൊട്ടിക്കും. ആ പൊട്ടിക്കും. ഇത്ര എന്നാ 3 ആണല്ലേ? അല്ല കണക്ക് പ്രകാരം ഹാപ്പി ബർത്ത്ഡേ ടു
Happy birthday to you. Happy birthday to you. Happy birthday. എന്തൊരു ക്ഷമയാ നിൽക്കാൻ്റെ അച്ഛൻ്റെ ക്ഷമ. അങ്ങനെയല്ല, കുറച്ച് നേരമായി അച്ഛൻ ആ സാധനത്തിന്റെ അല്ല അത് ചെഴിഞ്ഞാലും കുഴപ്പമില്ല. അതൊന്നും വിഷയം. സമയം ആയി. എനിക്ക് ഉറപ്പില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഉണ്ണി. അമ്മയുടെ ചൊത്തിന് ഉമ്മ തട്ടേ. എന്തോ ഫസ്റ്റ് ഉമ്മ അച്ഛടെ. ഫസ്റ്റ് ഗിഫ്റ്റ് ഏട്ടന്റെ. അടിപൊളി. നമുക്ക് കാണിക്കും, ഇങ്ങോട്ട് കാണിക്കോ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി. വാവ്, സൂപ്പർ. ഓപ്പൺ ചെയ്യൂ, ഓപ്പൺ ചെയ്യൂ, ഓപ്പൺ ചെയ്യൂ. ബുക്കാണല്ലേ? എന്താണ്? ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. Sign and date is must. This book belongs Completing to on time. Unni. Teacher is Nimisha, but real is me. This book belongs to Unni, KG1C. ഉണ്ണിക്കുള്ള ബുക്കാണ് ഏട്ടൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ആഹാ, അടിപൊളി. ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ണിക്ക് എഴുതാനുള്ളതാണ് ഏട്ടന്റെ ഗിഫ്റ്റില്. ഓരോ ദിവസം ഓരോന്ന് ഉണ്ണി പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ അല്ലേ, ലെറ്റേഴ്സ്. Okay. Okay. അതെന്താണ്? അതെന്താണ്? ഏത് ക്യൂ ആണോ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ക്യൂ ആണ് കേട്ടോ. അവൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ആ കുഴപ്പമില്ല, അത് പഠിച്ചിട്ടില്ല. ആ സാരല്ല. അവന് അടാൻ്റെ അച്ഛൻ ആ ക്യൂ ആണ്, ക്യൂ ആണ്. എന്താണോ അതൊക്കെ. അതായത് അവൻ ഉദ്ദേശിച്ചത് ഉണ്ണിക്കുട്ടനുള്ള ഒരു ബുക്കാണ് അല്ലേ, കാർഡിനേക്കാൾ. ഇതെന്താ? ഡ്രോ എനിത്തിങ്ങോ, ഫ്ലവർ, എന്തെങ്കിലും നമ്പേഴ്സ്, ഇതൊക്കെ അവൻ അറിയാനുള്ള സംഭവങ്ങൾ. അടിപൊളി, അടിപൊളി. ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു ഇത് കണ്ടത്. ഈ ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടിയേ? ഇത് ഞാന് വേണമെന്നില്ല, അത് ഓൾറെഡി കുറച്ച് ബുക്സ് അടിയിലുണ്ടായിരുന്നു, സ്റ്റഡി ടേബിളിന്റെ അടിയിൽ. അപ്പൊ അത് എടുത്തിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാന്ന് വിചാരിച്ചതാ. ഉണ്ണിക്കുട്ടനെ കാര്യം അറിയില്ലായിരുന്നു. സ്കൂളിന്റെ ഫ്രണ്ടിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. അവൻ എപ്പോഴും പരാതി പറഞ്ഞായിരുന്നോ അല്ലേ? പരാതി പറഞ്ഞു കിടക്കണായിരുന്നു അപ്പോട്ടെ. അല്ല, ഏതോ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുക എന്നാണ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോട്ടിന് എൻ്റെ ബർത്ത്ഡേക്ക് തരാൻ പറ്റില്ല അല്ലേ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അല്ലേ. പക്ഷെ അത് സർപ്രൈസ് ആയോ? നേട്ടയ്ക്ക് ഉമ്മ കൊടുക്കൂ. ഹാപ്പി ആയോ? ദ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഹലോ, എക്സ്ക്യൂസ് മീ, കഴിഞ്ഞോ? സമയായേ എന്തിപ്പോ? ഉറക്കമില്ലുണ്ടോ? ഉറക്കമില്ലുണ്ടോ അമ്മക്ക്? അതെന്താ കാരണം എങ്ങനെ? കാഞ്ചു കൊടുക്കാമ്മ, കാഞ്ചു കൊടുക്ക്. വാ, അങ്ങനെയല്ല ഏട്ടാ പറഞ്ഞതേ. അതെന്നാ ചെയറെടുക്കേ. അത് നന്നല്ല. ഇതിനെന്താ ഒരു ഭംഗിയുടെ, എന്താ മുന്തിരിക്കൊല തൂങ്ങി കിടക്കുന്ന നന്നായിട്ടുണ്ട്. അതിങ്ങനെ ആടി കളിക്കായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീർപ്പിച്ചതോ? ആരാ ഉണ്ണി ആ ഐഡിയ എന്ന് പറഞ്ഞു കൊടുക്ക്. എന്തൊരു ഭംഗിയാ ഈശ്വര, എന്തൊക്കെയോ ഒരു അപാകത. ഇവിടെ എത്തുന്നില്ല, പോടാ ഏട്ടാ. എന്തോ ഒരു ഇടുപ്പ് കിട്ടാത്ത പോലെ. ഇടുപ്പ് കിട്ടാനില്ലല്ലേ ഏട്ടാ? ഏട്ടാ അതിങ്ങോട്ട് നീക്കോ. കഷ്ടായി.
ഇതിന്റെ അടുത്തേക്ക് എത്തണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അതിന്റെ ഒരു കണക്ഷൻ, മുന്തിരിവള്ളി ഇങ്ങനെ തൂങ്ങി നിൽക്കണം. മനസ്സിലായോ? എന്താണ്? ബ്ലൂബെറി. അമ്മ വളരെ വിഷമത്തിലാണ്. കാരണം അമ്മയുടെ മുന്തിരിക്കൊല ചെയ്യാൻ പറ്റില്ല. കാരണം അത് എന്താ പറയാ ഇതാണ് നമ്മുടെ മുന്തിരിക്കൊല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അച്ഛനാണ് അത് നല്ല രസം. എത്ര നല്ല അത് ഭംഗിയുണ്ട്. ഇല്ല ഗൈസ്, ഈ ഒരു ഇത് ഇത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത് സമയം 12:30 വരെ ഇരുന്ന് ഞാൻ ചെയ്തുണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്തത് ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഫുള്ള് കുറ്റം പറഞ്ഞിട്ട് എല്ലാം ഞാൻ ലോങ് ആയിട്ട് കാണിക്കാം. ഓ പിന്നെ ഞാൻ തന്നെയല്ല ഐഡിയ പറഞ്ഞെന്ന്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ചിരിക്കണം. സമയം 1 മണിയാവാനാ പോണ. ഉണ്ണി പോയി കിടന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. കുറ്റം മുഴുവൻ പറഞ്ഞിട്ട്. പക്ഷെ അതിനെന്തോ എവിടെയോ ഉണ്ടല്ലേ. നേരെ നോക്കോ ഈശ്വരോ. ഇനി അതെല്ലാം അഴിച്ച് മാറ്റാണ്. പക്ഷെ ഇപ്പൊ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ ശരിയാക്കാം അല്ലേ? നാളെ രാവിലെ. കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ, ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. എന്താണ് നന്നായിട്ടുണ്ട്, ഞാൻ നന്നായിട്ടുണ്ടെന്നാ പറയണേ. അതുപോലെ നന്നായിട്ട് പറയണവരില്ല. ഇത്രയും ഇങ്ങനെ ഒരു മുന്തിരിക്കൊല പോലെ ആക്കാൻ നല്ല ഭംഗിയില്ലേ? നോക്കി വൈൻഡപ്പ് ചെയ്യാം. ബൈ 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 ബൈ.